ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 12ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ശതാധിപൻ ഈശോയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന യാചനയുമായിട്ട്, ഒരു രോഗശാന്തിക്ക് വേണ്ടിയുള്ള, തൻ്റെ ഭൃത്യന്റെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ട് ഈശോയുടെ മുമ്പിൽ എത്തുന്നതാണ് ഈ സുവിശേഷ ഭാഗം. ഇവിടെ ഈ ശതാധിപന്റെ, ഈ സെഞ്ചൂറിയന്റെ 5 ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് 5 ഗുണങ്ങൾ വ്യക്തമായിട്ടും ഈ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ട് അയാളുടെ അഭിസംബോധന ഇങ്ങനെയാണ്: കർത്താവേ. ഇപ്പം കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥന രീതിയിൽ തന്നെയാണ് അയാൾ ഈ സംഭാഷണം ആരംഭിക്കുന്നത്. കർത്താവെ. ഈ കർത്താവെ എന്ന് പറയുമ്പോൾ ലോർഡ് അദോനായി, എൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ ദൈവം എന്നുള്ളതിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ലോർഡ്, കർത്താവ് എന്നുള്ള വാക്ക്, കർത്താവ് എന്നുള്ള. അപ്പൊ അയാളുടെ ഭക്തി അതിൽ വ്യക്തമാണ്. രണ്ടാമത്, അയാൾ ഈ യാചന നടത്തുന്നത് അയാളുടെ ഭൃത്യന് വേണ്ടിയാണ്. ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഒരാൾ. അയാളുടെ കുടുംബത്തിനോ അയാളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ അങ്ങനെ അത്രയ്ക്ക് അടുപ്പം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അയാളുടെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ അയാളുടെ ഒരു നീതിമാനായ മനുഷ്യനാണ്. അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളുടെ വേദന അയാളുടെ വേദനയായി കണ്ട് ഇടപെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നീതിമാനാണ്. ദൈവ തിരുസന്നിധിയിൽ നീതിമാന്റെ പ്രാർത്ഥനയാണ്. അയാൾ ആ ഭൃത്യന് വേണ്ടി തളർവാദം പിടികൂട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയോട്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത, നീതിബോധം. 1 ഭക്തി, 2 നീതിബോധം. മൂന്നാമത്തത്, അയാൾ പറയുകയാണ്, ഞാൻ വന്നവനെ സുഖപ്പെടുത്താമെന്ന് ഈശോ പറയുമ്പം ശതാധിപൻ പ്രതിവചിക്കുകയാണ്: കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുള്ളൂ. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് കാണുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മളിപ്പോഴും ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന വാക്യമാണിത്. 2 കാര്യങ്ങൾ. 1, തൻ്റെ അയോഗ്യത അയാൾ എളിമയോടുകൂടി ഏറ്റുപറയുക. ഞാൻ പാപിയാണ്, ഞാൻ അയോഗ്യനാണ്, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, എനിക്ക് യോഗ്യതയില്ല. ഇത് പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. 1ാമത് ഭക്തി ഉണ്ടായിരിക്കുക, 2ാമത് നീതിപൂർവ്വം ജീവിക്കുക, 3ാമത് നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കുക. 4ാമത്തത്, ഈ മനുഷ്യൻ പറയുകയാണ്, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. വചനത്തിന്റെ ശക്തി, കർത്താവിന്റെ വചനത്തിന് സൗഖ്യം നൽകാനുള്ള ശക്തി ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. നിന്റെ വാക്ക്, ആ വാക്കിന്റെ ശക്തി സൗഖ്യം പകരും. വചനം സൗഖ്യം പ്രദാനം ചെയ്യാൻ ശക്തിയുള്ളതാണ് എന്ന് ഏറ്റുപറയുന്ന വിശ്വാസം നമുക്കിവിടെ കാണാൻ സാധിക്കും. വചനത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്. അതാണ് 4ാമത്തെ വസ്തുത എന്ന് പറയുന്നത്, വചനത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം. ഭക്തി, നീതി, എളിമ, അല്ലെങ്കിൽ അയോഗ്യനാണ്, പാപിയാണെന്നുള്ള ബോധം. 4, വചനത്തിലുള്ള ശക്തി. 5ാമത്തേത്, അയാള് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ച് പറയുകയാണ്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. അതുകൊണ്ട് നീ പറഞ്ഞാൽ ഇത് നടക്കും. അതായത് അധികാരമുള്ളവനാണ് നീ. നിന്റെ അധികാരം, സർവശക്തനായ ദൈവത്തിന്റെ അധികാരം നിനക്കുണ്ട്. നിന്റെ അധികാരം, ദൈവീകമായ അധികാരം നീ ഉപയോഗിക്കുമ്പോൾ ഇതിവിടെ സംഭവിക്കും. ഈ സൗഖ്യം എൻ്റെ ഭൃത്യന് കിട്ടും. അതാണ് അയാളുടെ വിശ്വാസം. അധികാരം അംഗീകരിക്കുന്നു, ദൈവത്തിന്റെ പരമോന്നതമായ ശക്തിയും അധികാരവും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് 5ാമത്തെ അയാളുടെ പ്രത്യേകത. വിജാതീയന. ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുക. ഈ വിജാതീയനായതുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇയാളുടെ ക്വാളിറ്റീസ്, ഇയാളുടെ പ്രെയർ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 1ാമത്തേത്, അയാൾക്ക് ഭക്തിയുണ്ട്. 2, അയാൾക്കൊരു നീതിബോധമുണ്ട്, അയാൾ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണെന്നുള്ള ബോധം അയാൾക്കുണ്ട്, എളിമയുണ്ട്. 4, കർത്താവിന്റെ വാക്കിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി അയാൾ അംഗീകരിക്കുന്ന വിശ്വാസം അയാൾക്കുണ്ട്. 5ാമതായിട്ട്, അയാൾ യേശുവിന്റെ അധികാരത്തെ വലിയ ആദരവോടുകൂടി കാണുകയാണ്. അധികാരത്തോട് നീ പറഞ്ഞാൽ ഈ കാര്യം സംഭവിക്കും എന്ന് ഏറ്റുപറയുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 5 ക്വാളിറ്റീസ് ആണ്
നമുക്കിവിടെ വായിക്കാൻ സാധിക്കുക. ഭക്തി ഉണ്ടായിരിക്കുക, എന്നാലേ പ്രാർത്ഥന തുടങ്ങാൻ പറ്റത്തുള്ളൂ. 2, നീതിമാന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ, നീതിമാനായി ജീവിച്ചിട്ട് പ്രാർത്ഥിക്കുക. 3, വചനത്തിന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുക. 3, യോഗ്യത, ഞാൻ അയോഗ്യനാണ്, പാപിയാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കുക. 4, വചനത്തിന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുക. 5, ക്രിസ്തുവിന്റെ അധികാരത്തെ അംഗീകരിച്ച് ആ അധികാരത്തിന് സ്വയം സമർപ്പിക്കുക, ക്രിസ്തുവിൽ ശരണപ്പെടുക. ഈ 5 ക്വാളിറ്റീസ് ആര് എപ്പോൾ പ്രാർത്ഥിച്ചാലും, എന്ത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവൻ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അയാളുടെ പ്രാർത്ഥനയെ, അയാളുടെ ആത്മീയതയെ, അയാളുടെ യാചനയെ ദൈവം ഈശോനാഥൻ മാനിച്ചുകൊണ്ട് അതൊരു നല്ല പാഠമാണ്, നിങ്ങൾ അയാളെ കണ്ട് പഠി എന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ സെഞ്ചുറിയൻ്റെ, ആ ശതാധിപന്റെ പ്രാർത്ഥന നമുക്കൊരു വലിയ മാതൃകയായി ഈശോ നൽകുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും ആത്മീയതയിലും ഉണ്ടായിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച്, ക്വാളിറ്റികളെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ടും ഈ സംഭവത്തിലൂടെ നമുക്ക് മുമ്പിൽ ഒരു പാഠം പകർന്നു നൽകുകയാണ്. ഈ ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ മനോഹരമായ 5 തലങ്ങളുള്ള പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.